ഹലോ നമസ്കാരം. അടുത്ത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് പഞ്ചവർഷ പദ്ധതികളാണ്. നമ്മളെ ഏകദേശം 5ഓളം പഞ്ചവർഷ പദ്ധതി നോക്കിക്കഴിഞ്ഞായിരുന്നു. ഇനി നമുക്ക് 7 നോക്കാനുണ്ട്. പക്ഷേ നമുക്ക് അടുത്തൊരു എക്സാം അടുക്കുന്നതുകൊണ്ട് നമ്മുടെ ജയിൽ വാർഡൻ പോലുള്ള എക്സാം ഉണ്ട്. അപ്പൊ നമുക്കൊരു പ്രതീക്ഷയോടെ കാണാവുന്ന ഒരു ടോപ്പിക്കാണ് പഞ്ചവർഷ പദ്ധതികൾ. ആ 12 പഞ്ചവർഷ പദ്ധതിയെയും ഒരു ലക്ഷ്യം അതുപോലെ തന്നെ വർഷം നമുക്ക് അടുത്ത എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പൊ അതിന്റെ കാര്യം നോട്ടീസ് എന്ന് പറയുന്നതായിരിക്കും. അതിനുശേഷം വരും ക്ലാസ്സുകളിൽ നമുക്ക് 6 മുതലുള്ള പഞ്ചവർഷ ഡീറ്റെയിൽഡ് ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വിശ്വാസത്തോടു കൂടി ഞാൻ തുടങ്ങുന്നുണ്ട്. 12 പഞ്ചവർഷ പദ്ധതികൾ, ആ 12 ലക്ഷ്യങ്ങൾ, അതുപോലെ ഏത് കാലഘട്ടത്തിൽ എന്നുള്ളതാണ്. വളരെ ഷോർട്ടായി പറയുന്നു. നമ്മുടെ ഒന്നാം പഞ്ചവർഷ പദ്ധതി കാലഘട്ടം ചോദിച്ചാൽ 1951 മുതൽ 1956 വരെയാണ് ഒന്നാം പദ്ധതിയുടെ കാലഘട്ടം. ഈ ഒന്നാം പദ്ധതി പ്രധാനമായും ലക്ഷ്യം വെച്ചതാണെങ്കിൽ കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനാണ് ഇത് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ഒന്നാം പദ്ധതിയുടെ കാലഘട്ടം 1951 ടു 1956 വരെ കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ കാർഷിക പദ്ധതി എന്നെല്ലാം പറയപ്പെടുന്ന എന്താണ്? ഒന്നാം പദ്ധതിയാണ്. ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല, വളരെ ഷോർട്ടായിട്ട് അതിന്റെ വർഷങ്ങൾ, അതിന്റെ ലക്ഷ്യങ്ങൾ മാത്രമേ പറയുന്നു. ശ്രദ്ധിക്കുക, രണ്ടാം പദ്ധതി പറയുന്നു. രണ്ടാം പദ്ധതിയുടെ കാലഘട്ടമാണെങ്കിൽ 1956 മുതൽ 1961 വരെയാണ് രണ്ടാം പദ്ധതിയുടെ കാലഘട്ടം. ഈ രണ്ടാം പദ്ധതിയുടെ ലക്ഷ്യമാണെങ്കിൽ വ്യാവസായിക മേഖലയിലെ അല്ലെങ്കിൽ വ്യാവസായിക വികസനം, വ്യാവസായിക മേഖലയ്ക്കാണ് കൂടുതൽ ഊന്നൽ നൽകിയിരുന്നത്. അതുകൊണ്ട് വ്യാവസായിക വികസനത്തിന് ഊന്നൽ നൽകിയ പദ്ധതിയാണ് രണ്ടാം പദ്ധതി. മൂന്നാം പറയുന്നു, മൂന്നാം പദ്ധതിയുടെ കാലഘട്ടമാണെങ്കിൽ 1961 മുതൽ 1966 വരെയാണ് മൂന്നാം പദ്ധതിയുടെ കാലഘട്ടം. ആ മൂന്നാമത് ലക്ഷ്യം വെച്ചതാണ് എന്താണ് ചോദിച്ചാൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. അവിടെ ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയാണ് മൂന്നാം പദ്ധതിയുടെ പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത്. അടുത്ത് പറയുന്നു, നാലാം പദ്ധതിയുടെ കാലഘട്ടം വെച്ചാൽ 1969 ടു 1974 ഓടുക്കണം. നമ്മുടെ മൂന്നാം പദ്ധതി 66 അവസാനിക്കുന്നു എങ്കിൽ നാലാം പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണ്? 69 ടു 74. ഒന്നാം പ്ലാൻ ഹോളിഡേ അതിനുശേഷം ഒരു 3 വർഷം വാർഷിക പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൂന്നാം പദ്ധതിയുടെ കാലഘട്ടം 61 ടു 66 ആണെങ്കിൽ നാലാം പദ്ധതി 69 ടു 74 വരെയാണ് നമ്മുടെ നാലാം പദ്ധതിയുടെ കാലഘട്ടം. ഇതിനിടയിൽ എന്ത് വിളിച്ചാൽ നമ്മുടെ പ്ലാൻ ഹോളിഡേ വരുന്നത് ഏത് കാലഘട്ടത്തിൽ ചോദിച്ചാൽ 3നും 4നും ഇടയിലാണ് പ്ലാൻ ഹോളിഡേ. 66 ടു 69 പ്ലാൻ ഹോളിഡേ കാലഘട്ടം നടക്കുന്നു. ഡീറ്റെയിൽ അടുത്ത ക്ലാസ് പറയുന്നതായിരിക്കാം. നാലാം പദ്ധതിയുടെ കാലഘട്ടം മാത്രം പറയുന്നു 69 ടു 74. എന്താണ് ലക്ഷ്യം എന്ന് ചോദിച്ചാൽ സ്ഥിരതയോട് കൂടിയ വളർച്ചയ്ക്കാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ നാലാം പദ്ധതിയുടെ കാലഘട്ടം 69 ടു 74 സ്ഥിരതയോടുകൂടിയ വളർച്ചയാണെങ്കിൽ നമ്മുടെ അഞ്ചാമത്തെ കാലഘട്ടം 74 ടു 78, 1974 മുതൽ 1978 വരെയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. നമ്മുടെ ഇന്ദിരാഗാന്ധി പ്രധാനമായി മുന്നോട്ട് വെച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യം ഏത് പദ്ധതി ലക്ഷ്യമാണ്? അഞ്ചാം പദ്ധതിയുടെ ലക്ഷ്യമാണ്. അഞ്ചാം പദ്ധതി 74 ടു 78 വരെയാണ് കാലഘട്ടമുള്ളത്. ഓർക്കണം, ഇവിടെ 4 വർഷമേ വരുന്നുള്ളൂ. ഓക്കെ, അതായത് പഞ്ചവർഷ പദ്ധതികളിൽ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് പിൻവലിക്കപ്പെട്ട ഏക പഞ്ചവർഷ പദ്ധതി ഏതാണ്? നമ്മുടെ അഞ്ചാം പഞ്ചവർഷ പദ്ധതിയാണ്. അതുകൊണ്ട് കാലഘട്ടം എങ്ങനെ പറയാം? 4 വർഷമേ ഉള്ളൂ. 74 ടു 78. എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ഓക്കെ, അടുത്ത് പറയുന്നു ആറാം പദ്ധതിയുടെ കാലഘട്ടം ചോദിച്ചാൽ 1980 ടു 85 കാർഷിക വ്യാവസായിക മേഖലയിൽ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക. കാർഷിക വ്യാവസായിക മേഖലയിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ് നമ്മുടെ ആറാം പദ്ധതി. 6 പദ്ധതി കംപ്ലീറ്റ് ആയി. 6 ഒന്നുകൂടി ഞാൻ പറയുന്നു. ഒന്നാമതൊരു കാലഘട്ടം 51 ടു 56 കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണെങ്കിൽ രണ്ടാമതൊരു കാലഘട്ടമാണെങ്കിൽ 1956 മുതൽ 1961 വരെ വ്യാവസായിക മേഖലയുടെ വികസനമാണെങ്കിൽ മൂന്നാമതൊരു കാലഘട്ടം 61 ടു 66 ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടന സ്വയം പര്യാപ്തതയാണെങ്കിൽ നാലാം പദ്ധതി 1969 മുതൽ 1924 വരെ സ്ഥിരതയോടുകൂടി വളർച്ചയാണ്. അഞ്ചാമതൊരു കാലഘട്ടം 74 മുതൽ 78 വരെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യം വെക്കുന്നത്. ആറാം പദ്ധതിയാണെങ്കിൽ 1980 മുതൽ 1985 വരെ കാർഷിക വ്യാവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ചാണ് നമ്മുടെ ആറാം പദ്ധതി. അടുത്ത് പറയുന്നു നമ്മുടെ ഏഴാമതൊരു കാലഘട്ടം 1985 മുതൽ 90 വരെയാണ് നമ്മുടെ ഏഴാം പദ്ധതിയുടെ കാലഘട്ടം. ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ് ഏഴാം പദ്ധതി.
അപ്പൊ ഏഴാമതൊരു കാലഘട്ടം 1985 മുതൽ 1990 വരെ ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. എട്ടാം പദ്ധതിയാണെങ്കിൽ 1992 മുതൽ 97 വരെ ഇവിടെയും ഒരു വാർഷിക പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അപ്പൊ എട്ടാമതൊരു കാലഘട്ടം 92 to 97. ആ എട്ടാമതൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം ചോദിച്ചാൽ മാനവശേഷി വികസനമാണ് എട്ടാം പദ്ധതി പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. അടുത്ത് പറയുന്നു നമ്മുടെ ഒൻപതാം പദ്ധതി കാലഘട്ടമാണെങ്കിൽ 1997 മുതൽ 2002 വരെയാണ് നമ്മുടെ ഒൻപതാം പദ്ധതിയുടെ കാലഘട്ടമുള്ളത്. അതുപോലെ തന്നെ എന്താണ് ലക്ഷ്യം ചോദിച്ചാൽ ഗ്രാമീണ വികസനം വികേന്ദ്രീകൃത ആസൂത്രണം. ഗ്രാമീണ വികസനം വികേന്ദ്രീകൃത ആസൂത്രണമാണ് നമ്മുടെ ഒമ്പതാം പദ്ധതിയുടെ പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത്. പ്രധാനമായും ചോദിക്കുന്ന കാര്യമാണ് പത്താം പദ്ധതി. പത്താമതൊരു കാലഘട്ടം ചോദിച്ചാൽ 2002 മുതൽ 2007 വരെയാണ് പത്താം പദ്ധതിയുടെ കാലഘട്ടമുള്ളത്. ഈ പത്താം പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണെങ്കിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് പത്താം പദ്ധതിയാണ്. 11ാമതൊരു കാലഘട്ടം ചോദിച്ചാൽ 2007 മുതൽ 2012 വരെയാണ്. എന്താണെന്ന് വെച്ചാൽ മുഴുവൻ ജനങ്ങളുടെയും സമഗ്ര വികസനം. മുഴുവൻ ജനങ്ങളുടെയും സമഗ്ര വികസനം എന്ന ലക്ഷ്യം വെച്ച് ആരംഭിച്ച പദ്ധതിയാണ് നമ്മുടെ 11ാം പദ്ധതിയാണ്. അവസാന പദ്ധതിയായ 12ാം പദ്ധതിയുടെ കാലഘട്ടം ചോദിച്ചാൽ 2012 മുതൽ 2017 വരെ ഇപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് സുസ്ഥിര വികസനത്തിനാണ് ലക്ഷ്യം വെക്കുന്നത്. ഒന്നുകൂടി പറയാം, 12ാം പദ്ധതിയുടെ കാലഘട്ടം 2012 മുതൽ 2017 വരെ സുസ്ഥിര വികസനമാണ് പ്രധാന ലക്ഷ്യം വെക്കുന്നത്. അവസാന 6 കാര്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. നമ്മുടെ ആറാം പദ്ധതിയുടെ കാലഘട്ടം ചോദിച്ചാൽ 1980 മുതൽ 85 വരെ കാർഷിക വ്യാവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിക്കുന്നു. ഏഴാം പദ്ധതിയാണെങ്കിൽ 85 മുതൽ 90 വരെയാണ് കാലഘട്ടമുള്ളത്. ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ഒൻപതാം പദ്ധതിയാണെങ്കിൽ ഒൻപതാം പദ്ധതിയുടെ കാലഘട്ടം ചോദിച്ചാൽ 97 മുതൽ 2002 വരെ നമ്മുടെ ഗ്രാമീണ വികസനം വികേന്ദ്രീകൃത ആസൂത്രണമാണെങ്കിൽ നമ്മുടെ പത്താം പദ്ധതിയാണെങ്കിൽ 2002 to 2007 മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നാണെങ്കിൽ 11ാം പദ്ധതിയാണെങ്കിൽ 2007 മുതൽ 2012 വരെ മുഴുവൻ ജനങ്ങളുടെയും സമഗ്ര വികസനമാണെങ്കിൽ 12ാം പദ്ധതിയാണെങ്കിൽ 2012 മുതൽ 2017 വരെ സുസ്ഥിര വികസനമാണ്. പ്രധാനമായും നമ്മുടെ 12 പഞ്ചവർഷ പദ്ധതികൾ, പ്രധാന വർഷങ്ങൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഡീറ്റെയിൽ ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. ഓക്കെ.